ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ടാങ്ക് കഴുകിയിട്ട് കുറച്ച് നാളായി, മീൻ ടാങ്ക്. അതൊന്ന് കഴുകിയാലോ. ടാങ്കിലെന്നല്ല, ബക്കറ്റിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ 4 ടാങ്കുണ്ട്. 4 ഇതിലായിട്ടാണ് മീനിനെ ഇട്ടിരിക്കുന്നത്. 2 മീൻ ടാങ്കിലും, 1 ഫ്രിഡ്ജ് ബോക്സിലും, 1 ഒരു ബക്കറ്റിലായിട്ടാണ്. അതിനൊന്ന് വൃത്തിയാക്കുന്നത്. നമ്മുടെ മീനിനെയൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. നോർമൽ ഗപ്പീസും സ്കോർടെയിലറുമാണ് ഇതിനകത്തുള്ളതിൻ്റെ അവസ്ഥ കണ്ട. അപ്പം നമുക്കിതൊന്ന് മാറ്റി കൊടുത്താലോ. കണ്ടോ, ഇവരാണ് ഇതിലുള്ളത്. നോർമൽ ഗപ്പീസ് ഇതിൽ 5 ഉണ്ട്. കാണിച്ചു തരാം. നമ്മൾ ഈ പായൽ ഇതിൽ കൊണ്ടിട്ടതല്ല, വേറൊരു വയലറ്റ് കളർ പൂവുള്ള ഒരു പായൽ കൊണ്ടിട്ട് അതിൻ്റെ കൂടെ കിടന്നതാണ്. ഇപ്പം ഇതിൽ നിറച്ച് ഇതായി. അതുകൊണ്ട് ഇത് ഓവറായിട്ട് വരുമ്പോൾ നമ്മളെടുത്ത് കളയും. കാരണം ഇവർക്ക് തീറ്റ എടുക്കാൻ പറ്റത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെയാണ് നമ്മളെ നോർമൽ ഗപ്പീസ്. സ്കോർടെയിലറിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. വെള്ളം മാറ്റിയിട്ട് കുറച്ച് നാളായതുകൊണ്ട് നല്ല അഴുക്കുണ്ട്. ബക്കറ്റിനെ നല്ല സുന്ദര കുട്ടനാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ പായലെന്താ ഫുള്ള് കഴുകി കളയാത്തതെന്ന്. നമ്മൾ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ സൈഡിലുള്ള പായൽ ഫുള്ള് വൃത്തിയാക്കരുത്. വൃത്തിയാക്കി കളയുകയാണെങ്കിൽ ആ വെള്ളത്തിലെ pH കണ്ടൻറ്റ് മാറും. അപ്പോൾ നമ്മൾ ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാൻ ഇടയാക്കും. അതുകൊണ്ടാണ് അത് ഫുൾ കഴുകി കളയാത്തത്. ഇതാ നമ്മുടെ സുന്ദര കുട്ടാപ്പികൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി ഇവരെ പഴയ ടാങ്കിലോട്ട് ബക്കറ്റിലോട്ട് മാറ്റണം. വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് സുന്ദര കുട്ടാപ്പികളാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് അല്പം ഉപ്പ്, കല്ലുപ്പാണ് എല്ലാവരും ഇടുന്നത്. ഞാൻ ഇവിടെ പൊടി ഉപ്പാണ്. കാരണം വല്ല അസുഖങ്ങളോ വെള്ളം മാറേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. അസുഖമുള്ള മീനുകൾക്കും ഈ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.